ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ആകാശാണ് മാളുവിനെ അവിടേക്ക് കൊണ്ടുവന്നത്. ആദ്യം രാഗിയെ ഫേസ് ചെയ്യാൻ മാള് നന്നേ ബുദ്ധിമുട്ടിയെങ്കിലും അവരുടെ സ്നേഹത്തിന് മുന്നിലും പറഞ്ഞു പോയ തെറ്റിനെന്നോണം പ്രായം മറന്ന് അവരവളോട് ക്ഷമ ചോദിച്ചതോടെ അവൾ അവർക്ക് വീണ്ടും പഴയ മാളുവായി. ഉള്ളിലെ ദേഷ്യമെല്ലാം മറന്ന് അർജുൻ ആകാശിനോട് സംസാരിക്കുകയും സോറി പറയുകയും ചെയ്തു. കുറച്ചു നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് അവൻ മടങ്ങിപ്പോയത്. അന്നത്തെ ദിവസം മാളുവിൻ്റെ നിർബന്ധപ്രകാരം അർജുൻ അവിടെയും കൊണ്ട് മാധവനെ കാണാൻ പോയിരുന്നു. മാളുവിനെ അവിടെ കണ്ട് മാധവ് ആദ്യം ഞെട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ അവൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. മാള് നോക്കിക്കാണുമായിരുന്നു അവന്. പഴയ ഉന്മേഷമൊന്നുമില്ല ഇപ്പം മുഖത്ത്. മുന്നിൽ നിൽക്കുന്നത് മറ്റാരോ പോലെ. അവൻ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൾ ഓർത്തു. അത് തൻ്റെ മോൾക്ക് വേണ്ടി. അന്നത്തെ ദിവസം ഒരുപാട് നേരം അവനോടൊപ്പം അവിടെ ചെലവഴിച്ചു. ശേഷം മാളുവിൻ്റെ നിർബന്ധപ്രകാരം നാളെ അർജുനോടൊപ്പം താനും മാധവും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ മാധവ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയെങ്കിലും അവളുടെ വാശിക്ക് മുന്നിൽ ഒടുവിൽ അവന് തോറ്റു കൊടുക്കേണ്ടി വന്നു. മാധവനും മാളുവിനും ഇപ്പോൾ ഒരു ചേഞ്ച് അനിവാര്യമായതുകൊണ്ട് തന്നെ അർജുൻ അവരെയും കൊണ്ട് പോകണമെന്ന് തീരുമാനത്തിലെത്തി. പിറ്റേന്ന് അതിരാവിലെ തന്നെ 3 പേരും പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. അർജുൻ്റെ അഭിപ്രായ പ്രകാരം ഗാർഡ്സൊക്കെ മറ്റൊരു വണ്ടിയിലാണ് വരുന്നത്. അവർക്കിടയിൽ അവർ മാത്രം മതി എന്ന പോലെ. മാളുവിൻ്റെ ഉള്ളിലെ വേദന മറക്കാൻ മാധവും മുഖംമൂടി അണിയുമ്പോൾ തൻ്റെ അനിയത്തിയുടെ പ്രാണന് വേണ്ടി മാളവ് മാറുകയായിരുന്നു ആ നിമിഷം മുതൽ. അതോടൊപ്പം 3 മനസ്സുകളും മറ്റൊരു മാറ്റത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്തായി, വൈശാഖ് കോളെടുത്തോ? കോള് കഴിഞ്ഞ് കാറിലേക്ക് കയറി അർജുനോടായി മാധവ് ചോദിച്ചു. ആ, ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നീ കാർ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. മാധവ് വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. മണ്ണിട്ട് റോഡായതുകൊണ്ട് തന്നെ കുണ്ടും കുടിയും ധാരാളമാണ്. ഒരുവിധമാണ് കാറ് മുന്നോട്ട് പോകുന്നത് തന്നെ. വളവും തിരിവൊക്കെ അതിലും ഇരട്ടിയിട്ടുണ്ട് താനും. എങ്ങനെയൊക്കെയോ ആ കാറ് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു വളവിലേക്ക് കടന്നതും ആ കാറിന് മുന്നിലേക്ക് ഒരു കൊച്ചുകുട്ടി എടുത്ത് ചാടിയത്. മാധവ്, സ്റ്റോപ്പ് ഇറ്റ്! അർജുൻ വേഗം അത് പറഞ്ഞതും മാധവ് ഞെട്ടലോടെ പെട്ടെന്ന് കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഒരു നിമിഷം അതിൻ്റെ ആഘാതത്തിൽ അവർ മൂവരും മുന്നോട്ട് വന്നു. എന്താ അർജുൻ, എന്തു പറ്റി? എടാ, ഒരു കുഞ്ഞ്! അത്രമാത്രം പറഞ്ഞുകൊണ്ട് അർജുനും മാധവും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാര്യം എന്താണെന്ന് അറിയാൻ മാളവും പിറകിയിറങ്ങി. എന്നാൽ അപ്പോഴേക്ക് അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഓടിപ്പിടിഞ്ഞു വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. സോറി, ഇത് തൻ്റെ കുഞ്ഞാണോ? കുഞ്ഞാണ് കാരണം മുന്നിലേക്ക് എടുത്തു ചാടിയത്. ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് ഒന്നും പറ്റിയില്ല. എങ്കിലും സോറി. അർജുൻ്റെ ശബ്ദം കേൾക്കുകയാണ് ആ പെൺകുട്ടി മുഖമുയർത്തി അവരെ 3 പേരെയും നോക്കിയത്. എന്നാൽ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവളുടെ കണ്ണുകൾ വികസിക്കുന്നത് അവർ കണ്ടു. അർജുൻ, നീ എന്തിനാടാ സോറി ചോദിക്കുന്നത്? കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിയല്ലേ? ഇവളത് ചെയ്യാത്തത് കൊണ്ടല്ലേ കുഞ്ഞ് കാറിന് മുന്നിലേക്ക് എടുത്തു ചാടിയത്? മാധവ് നീരസത്തോടെ പറയുമ്പോൾ അവൾ അവനെ വെപ്രാളത്തോടെ നോക്കി. മാധവ്, വേണ്ടടാ, വിട്. എന്ത് വിടാൻ? തെറ്റ് ചെയ്തതുപോലെ എന്നിട്ട് കണ്ടില്ലേ മൗനവ്രതം കാണിച്ച് നിൽക്കുന്നത്? നോക്കാൻ അറിയില്ലെങ്കിൽ താൻ എന്തിനാ ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്? വീണ്ടും മാധവ് എന്തൊക്കെയോ പറയുമ്പോൾ അവൾ അവരെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു. കാണ്ടില്ലേ അഹങ്കാരി വീണ്ടാതെ പോകുന്നത്? ഇവൾക്കെന്താ നാവില്ലേ? ഏട്ടാ മതി, പാവാ കുട്ടി, പോയിക്കോട്ടെ. അതാകെ പേടിച്ചെന്ന് തോന്നുന്നു. അതാ മിണ്ടാതെ പോകുന്നത്. ഏട്ടാ വന്ന് കാറി കയറാൻ നോക്ക്, നമുക്ക് പോകാം. അവനെ തണുപ്പിക്കാനെന്നോണം മാളത് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും അവളുടെ കണ്ണുകൾ അപ്പോഴും നടന്നു പോകുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. മാധവൊന്ന് മൂളിക്കൊണ്ട് കാറിലേക്ക് കയറുമ്പോൾ അർജുനും കയറി. അവർക്ക് ശേഷം ആ കുട്ടിയെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് മാളും. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡയറക്ടർ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് അവരെത്തുമ്പോൾ പുറത്ത് ഡയറക്ടർ അവരെ കാത്തുന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. സോറി അർജുൻ, സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ? ഏയ്, ഇറ്റ്സ് ഓക്കെ. കാറിൽ നിന്നിറങ്ങി അർജുന് കൈ കൊടുത്തുകൊണ്ട് ഡയറക്ടർ വിശാഖ് ചോദിക്കുമ്പോൾ അവനൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ആക്ച്വലി നമ്മുടെ ഈ പ്രോജക്റ്റിന് ഇങ്ങനൊരു പ്ലേസ് ആവശ്യമായിരുന്നു. അതാ പിന്നെ അല്പം റിസ്ക് എടുത്തിട്ടായാലും ഇവിടേക്ക് തന്നെ വന്നത്. ആ പിന്നെ അർജുൻ, നമുക്ക് എന്തായാലും നാളെ മുതൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് കൂടി റെഡിയാക്കാനുണ്ട്. അതുകൂടി ഇന്നുകൊണ്ട് കഴിയും. സോ നാളെ മോർണിംഗ് സ്റ്റാർട്ടാക്കാം. ഓക്കെ വൈശാഖ്, അപ്പോൾ സ്റ്റേ ഒക്കെ? അർജുനൊരു സംശയത്തോടെ ചോദിച്ചു. എല്ലായ്പ്പോഴത്തെയും പോലെ അതാണ് ഇവിടെ ഈ വില്ലൻ. ഈ പ്രദേശത്ത് അങ്ങനെ ഒരു വീടില്ല. ആകപ്പാടുള്ളത് 4-5 വീടുകളാണ്. കൂടുതലും ഇവിടെ വയലാണ്. എങ്കിലും എങ്ങനെയൊക്കെ വിവേക് ഒരു വീട് തപ്പി പിടിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അവിടെ സ്റ്റേ ചെയ്യാം. ദേ, അതാണ് വീട്. വിശാഖ് ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി കാണിക്കുമ്പോൾ അർജുനോടൊപ്പം ബാക്കി 2 ആളും തിരിഞ്ഞവിടേക്ക് നോക്കി. അവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായി ഒരു ഇരുനില വീട്.
ചുറ്റും അതിലോടുകൂടി ആ വലിയ വീടിന് ചുറ്റും ചെറുമരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട് പോലെയാണ്. എങ്കിലും വല്ലാത്തൊരു വെളിച്ചവും ഭംഗിയായിരുന്നു അവിടെ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവിടെ ഉള്ളത്. പിന്നെ അവരുടെ കുഞ്ഞും അയാളുടെ അച്ഛനും മാത്രം. താഴെയാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മുകളിലത്തെ പോർഷൻ റെഡിയാക്കിയിട്ടുണ്ട്. പുറത്ത് സ്റ്റെയർ വഴി മുകളിലേക്ക് കയറിയാൽ മതി. ഒരു വെളിവില്ലാത്തവനാണ് അവിടെ ഉള്ളത്. സംസാരത്തിന് തന്നെ അത് മനസ്സിലായി. ഫുൾ ടൈം വെള്ളത്തിലാണ്. ഇതെല്ലാം അർജുനൊന്ന് മൂളി കേട്ടു. എന്തായാലും നിങ്ങൾ അവിടേക്ക് പോകും, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ വിശാഖ്, മളക വാ. അർജുൻ മാധവനെയും കൊണ്ട് മുന്നേ നടക്കുമ്പോൾ മാധവ് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കൊണ്ട് ലഗേജൊക്കെ എടുപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അടഞ്ഞു കിടന്ന ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു പുറത്തെ ഗാർഡനിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന അല്പം പ്രായമുള്ള ഒരാൾ. എക്സ്ക്യൂസ് മീ. അർജുൻ്റെ ശബ്ദം കേട്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കി. ശേഷം കയ്യിലിരുന്ന് ഓസ് നിലത്തേക്ക് ഇട്ടുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. അർജുൻ സാറാണല്ലേ? വിശാഖ സാറ് പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് വരൂന്ന്. അയാളൊരു പുഞ്ചിരിയോടെ പറയുമ്പോൾ അർജുനും അയാൾക്കൊരു ചിരി കൈമാറി. മുകളിലത്തെ നിലയാണ് നിങ്ങൾക്ക്. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ചായ എടുത്തു തരാം. മോളെ ആദി. അയാൾ ഉടനെ അകത്തേക്ക് നോക്കി വിളിക്കുമ്പോൾ ഒരു പെൺകുട്ടി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു വേള മുന്നിലേക്കുന്നവരെ കണ്ട് അവളൊന്ന് ഞെട്ടി. എന്നാൽ അവരെ കണ്ട് അവളിൽ അത്ഭുതമായിരുന്നു. മാധവ അവളെ കണ്ണും പിടിച്ച് നോക്കി നിന്നു. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് കണക്ക്. മോളെ മുകളിലത്തെ ചാവി എടുക്ക്, ദേ അവരൊക്കെ വന്നിട്ടുണ്ട്. അത് കേട്ട് അവൾ അവരൊന്ന് നോക്കിക്കൊണ്ട് വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ മകൻ്റെ ഭാര്യയാണ് ആദ്യശ്രീ. അവർക്ക് മനസ്സിലാകാനെന്നോണം അയാൾ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴേക്ക് നേരത്തെ കണ്ട ആ കുഞ്ഞിപ്പെണ്ണ് കൂടെ പുറത്തേക്ക് വന്നു. വാ വാ അപ്പച്ചൻ്റെ കള്ളിപ്പെണ്ണ്. അയാൾ ആ കുഞ്ഞിനെ വാരിയെടുത്തു. ഇതെൻ്റെ കൊച്ചുമോളാണ് ദിത്തുമോള്. മകൻ നിരഞ്ജന് ഇവിടെ ഇല്ല, ജോലിക്ക് പോയി. ഞാൻ ദിവാകരൻ. അയാൾ മൂവരെയും നോക്കി പറയുമ്പോൾ അവർ ആ കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു. ആ നേരം കൊണ്ട് ആദ്യം ചാവിയും കൊണ്ട് പുറത്തേക്ക് വന്നു. ശേഷം ചാവി അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാ സർ, നിങ്ങൾ മുകളിലേക്ക് പോക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. അർജുൻ മാളുവിനെയും കൊണ്ട് സ്റ്റെയറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ബോധം വന്ന പോലെ മാധവും ഓർക്കുമ്പോൾ പോയി. എന്നാൽ സ്റ്റെയർ കയറുന്നതിനിടയിലാണ് താഴെ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവർ 3 പേരുടെ ശ്രദ്ധ ഒരു നിമിഷം അവിടേക്കായി. കാഴ്ചയിൽ 29 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അലസമായി കിടക്കുന്ന മുടിയും ചുക്കി ചുളിഞ്ഞ മുണ്ടും ഷർട്ടുമാണ് വേഷം. കണ്ണുകൾ വല്ലാതെ ചുവന്ന് കലങ്ങിയിരിപ്പുണ്ട്. നീ ഇന്നലെ എവിടെയായിരുന്നു തിരഞ്ച? രാത്രി 12 മണി വരെ ഈ കൊച്ചു നിന്നെയും കാത്ത് ഈ വീട്ടിൽ പടക്കിൽ കയറിയിരുന്നു. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അകത്തേക്ക് കയറാൻ നിന്ന് അവന് തടസ്സം തീർത്തുകൊണ്ട് ദിവാകരൻ അവനെ നോക്കി ചോദിച്ചു. നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതേക്ക് പോകും. എന്നാരും ചോദ്യം ചെയ്യാൻ വരണ്ട. വരുന്നില്ല. പക്ഷെ എനിക്കൊന്നറിയണം, നീ ഇന്നലെ ആ ഗായത്രിയുടെ വീട്ടിലായിരുന്നു. അയാൾ ദേഷ്യത്തിൽ അത് ചോദിക്കുമ്പോൾ അവൻ നോക്കിയത് ആദിയായിരുന്നു. നീ അവളെ നോക്കണ്ട, നിന്നോട് ഞാനാ ചോദിച്ചത്. അപ്പോൾ മറുപടി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാൽ മതി. അതെ, ഞാൻ ഇന്നലെ മുഴുവൻ അവളുടെ കൂടെ തന്നെയായിരുന്നു. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ? അവൻ ഉച്ചത്തിൽ അലറി. ഛേ, നാണല്ലടാ നിനക്ക്, ഒരുത്തിയെ കെട്ടി വീട്ടിലിരുത്തിയിട്ട് ഇങ്ങനെ കണ്ടിടന്നിറങ്ങാൻ. അത് കേട്ട് അവനൊന്ന് പുച്ഛത്തി ചിരിച്ചു. ഈ വെളിയിൽ നിന്ന് കിട്ടാത്തത് മറ്റൊരുത്തിയിൽ നിന്ന് കിട്ടിയാൽ ഞാൻ പിന്നെ എങ്ങനെ പോകാതിരിക്കും? കൂട്ടുകാരനോടുള്ള സെന്റിമെന്റ്സിന്റെ പേരിൽ ഈ യൂമയെ പിടിച്ച് എൻ്റെ തലയിൽ കെട്ടിപ്പിടിച്ച് തന്ന എൻ്റെ ജീവിതം തുലച്ചില്ല നിങ്ങൾ. ഒരു ശാപത്തിനൊപ്പം കഴിയുന്ന പോലെയാ എനിക്ക് ഈ നാശം പിടിച്ചത്. കിടക്കയിൽ പോലും. ബാക്കി പറയാതെ അവൻ അവളെ നോക്കി പല്ല് കടിക്കുമ്പോൾ പൊട്ടി വന്ന കരച്ചിലടക്കാനെന്നോണം അവൾ മുഖം താഴ്ത്തി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുനീരൊഴുക്കി. എന്നാൽ താഴെയും നടന്നതൊക്കെ കണ്ണും കേട്ടും ദേഷ്യം കൊണ്ട് അർജുൻ്റെയും മാളുവിൻ്റെയും മുഖം ചുവക്കുമ്പോൾ മാധവൻ്റെ കണ്ണുകൾ ഉടക്കിയിരുന്നത് അവളിലായിരുന്നു. അതിലുപരി അവളെ റൂമിയാണെന്ന തിരിച്ചറിവ് ആ 3 പേരിലും ഒരു ഞെട്ടലായി പരിണമിച്ചു. മുകളിലെത്തിയിട്ടും ആരും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. മാളു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. അത്യാവശ്യം വൃത്തിയും ഭംഗിയുള്ളൊരു വീടായിരുന്നത്. അവളൊരു പുഞ്ചിരിയോടെ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. മാളു, താൻ ഈ ലഗേജൊക്കെ റൂമിലേക്ക് വെക്ക്. അർജുൻ അത് പറയുമ്പോൾ മാളു തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. നേരം ഇരുട്ടിക്കോട്ടെ, 2 പൊട്ടിക്കണം അവനിട്ട്. അർജുൻ്റെ ദേഷ്യത്തോടെയുള്ള ആ സംസാരം കേട്ടാണ് മാധവനെ നോക്കുന്നത്. ഇടുപ്പിൽ കൈകുത്തി മുന്നോട്ട് നോക്കി ആരോടൊന്നില്ലാതെ പറഞ്ഞതാണെന്ന്. നീ ആരുടെ കാര്യം ഈ പറയുന്നത്? വേറെ ആര്? തോടെ കണ്ട പൊന്ന നായിൻ്റെ മോൻ്റെ.
അർജുൻ്റെ വായിൽ നിന്നും വന്ന സംസ്കൃതം കേട്ട് മാധവനെ കണ്ണു പിടിഞ്ഞു. അർജുൻ, വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. അതാ കുട്ടിയുടെ ഹസ്ബൻഡല്ലേ, അത് അവരുടെ ഫാമിലി പ്രോബ്ലം. നമ്മൾ വെറുതെ അതിലൊന്നും ചെന്ന് ഇടപെടണ്ട. നമ്മളിവിടെ വന്നത് അതിനൊന്നുമല്ല എന്നീ മറക്കണ്ട. അതൊക്കെ എനിക്കറിയാം മാധവ്. പക്ഷെ എന്താണെന്നറിയില്ല, ആ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മൈവിനെയാണ് ഓർമ്മ വന്നത്. മുന്നിൽ നിൽക്കുന്നവൾ അവളാണെന്നൊരു തോന്നല്. അർജുൻ ഇടർച്ചയോടെ പറയുമ്പോൾ മാധവ അവനെ ഞെട്ടലോടെ നോക്കി. മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്ന് തൻ്റെ പെണ്ണിനെ ചിരിക്കുന്ന മുഖം മിഴിവോടെ തെളിയുമ്പോൾ മാധവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കൊടുക്കുന്നുണ്ടെങ്കിലേ എൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കണം. പെട്ടെന്നാണ് പിറകിൽ നിന്നും മാളുവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അർജുനും മാധവും തിരിഞ്ഞു നോക്കുമ്പോഴുള്ള മാളുവിൻ്റെ ഭാവം കണ്ട് അവരൊന്ന് പരസ്പരം നോക്കി. അവളുടെ നിറകണ്ണുകളിൽ നിന്ന് തന്നെ താൻ പറഞ്ഞത് അവൾ കേട്ടിട്ടുണ്ടെന്ന് അർജുന് മനസ്സിലായി. കൈ തരിക്കുന്നുണ്ട് ചെന്നൊന്ന് പൊട്ടിക്കാൻ, പക്ഷെ കഴിയില്ലല്ലോ. മാളു ദേഷ്യത്തോടെ പറയുമ്പോൾ അർജുൻ അവൾക്ക് അടുത്തേക്ക് വന്ന് തോളിലൂടെ അവളെ ചേർത്ത് പിടിച്ചു. ആ കുട്ടി നമ്മുടെ ആരുമല്ലെങ്കിലും എന്തോ അവൻ്റെ ഇന്നത്തെ സംസാരത്തിൽ നിന്നൊന്ന് കൊടുത്താൽ കൊള്ളുന്നുണ്ട്. പിന്നെ എൻ്റെ മാളവിക കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അപ്പീലില്ല. നേരെ നിരട്ടിക്കോട്ടെ. കയ്യരികിൽ വന്ന് പെട്ടായിന്ന് അവൻ്റെ വിധിയാണ്. അർജുൻ അത് പറയുമ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരിരുവരെയും നോക്കിക്കൊണ്ട് മാധവും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ആദി കിച്ചണിൽ തിരക്കിട്ട ജോലിയിലായി നിന്ന് ആദ്യ റൂമിൽ നിന്ന് കേട്ട നിരഞ്ജൻ്റെ അലർച്ചയിൽ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പിന്നെ വേഗം നനഞ്ഞ കൈ ധാവണിയിൽ തുറച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. ആരെ കെട്ടിക്കാൻ പോയി കിടക്കുവാടി പുല്ലേ, നീ ഇങ്ങോട്ട് പാടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കയറ്റി ഡോറടച്ച് ലോക്ക് ചെയ്തു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഭയത്തോടെ നിന്ന് വിറച്ചു. നിരഞ്ജൻ അവൾ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. 2 ദിവസമായി പൊന്നുമോളെ എനിക്ക് നിന്നൊന്ന് കിട്ടിയിട്ട്. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ എവനെങ്കിലും വിളിച്ച് കയറ്റി സൂഖിച്ചോടി നീ. അവളുടെ കാവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ മുരളുമ്പോൾ ആദ്യം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവനെ നോക്കി. നിന്ന് പൂങ്കണ്ണീരൊഴുക്കാതെ ഇങ്ങോട്ട് വാടി. നിമിഷ നേരം കൊണ്ട് അവൻ അവളെ ഇരു കൈകളിലായി കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയിട്ടു. അവിടുന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങി അവൾക്ക് മേൽ അവൻ അമരുമ്പോൾ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അവൾ പിടയുകയായിരുന്നു. നിമിഷങ്ങൾ പിന്നിടുമ്പോൾ അവിടെ നിലക്കാത്ത തേങ്ങലുകൾ മാത്രമായി അവിടെ ബാക്കി. തികഞ്ഞ സംതൃപ്തിയോടെ അവൻ അവളിൽ നിന്നും അകന്ന് മാറിക്കിടന്നു. ശരീരമാകും ഉറങ്ങുന്ന വേദനയിൽ ആദ്യം മെല്ലെ എഴുന്നേറ്റു. കണ്ണുകളെപ്പോഴും നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കയ്യിൽ കിട്ടിയൊരു ഷീറ്റ് വാരി ചുറ്റിക്കൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. ബെഡിൽ കണ്ണുകളടച്ച് കിടന്ന നിരഞ്ജന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ അതെടുത്ത് നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞ ഗായത്രി എന്ന പേര് കാണുകയും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. പറവണ്ണേ, ഞാനോ? ഞാൻ വെറുതെ കിടക്കുക. എനിക്കറിയില്ല, ആ കിച്ചണിലെങ്ങാനും കാണും. ഹേയ്, ഞാനങ്ങനെ ചെയ്യുമോ? എനിക്ക് നീയില്ല പെണ്ണേ എല്ലാത്തിനും. അല്ലെങ്കിൽ ആ ശാപത്തിന് ആർക്ക് വേണം? ഒരു പുച്ഛത്തോടെ ഞാൻ അവനത് പറഞ്ഞതുമെങ്കിലും ആദിയുടെ തുടുത്ത ശരീരം ഓർക്കവേ അവന് വല്ലാത്ത ഭാവത്തിൽ തൻ്റെ കീച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു. നീ വെച്ചോ, ഞാൻ നൈറ്റ് എന്തായാലും വരും. ആ ശരി. അവൻ കോള് കട്ട് ചെയ്ത് ഫോണും ബെഡിലേക്ക് ഇട്ടതും ആദ്യ കുളി കഴിഞ്ഞിറങ്ങിയതും ഒന്നിച്ചായിരുന്നു. നിരഞ്ജൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു. തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ട് ആദ്യം ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി. കാര്യം നിന്നാ കിളവൻ എൻ്റെ തലയിൽ കെട്ടി വെച്ചതാണെങ്കിലും നീ ഒരടാറ് ചെറുകടി വേണ്ടെന്ന് വെക്കാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. എന്തായാലും നീ എൻ്റെ ഭാര്യ ഇവിടെ കഴിഞ്ഞോ? പക്ഷെ ഇനിയും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ അച്ഛനെ എനിക്ക് നേരെ തിരിച്ചുവിടാൻ നോക്കിയ ഒന്നുപോലെ ചാതപ്പിലും താഴ്ത്ത് ഞാൻ തള്ളയും മോളെയും ഓർത്ത് വെച്ചോ നീ. അവളുടെ കഴുത്തിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് അവൻ അത്രയും പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ ആദ്യം കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഓർന്നിരുന്നു. മാള് ഫ്രഷായി ഇറങ്ങുമ്പോൾ അർജുൻ റൂമിലുണ്ടായിരുന്നു. ഷർട്ട് അടിച്ച് മാറ്റി ജീൻസ് മാത്രം ഇട്ട് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഫോൺ നോക്കുന്ന അവനെ നോക്കുന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മിററിന് മുന്നിലായി വന്നു നിന്നു. തലയിൽ ചുറ്റിയിരുന്ന ടവൽ അടിച്ച് മാറ്റി അവൾ നനഞ്ഞ മുടി ഒന്ന് കുടഞ്ഞിട്ടു. മുന്നിലേക്ക് വീണ് കിടന്ന മുടി പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് തിരിയാൻ നിന്നതും 2 കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ശക്തമായി തുടർന്നു. അർജുൻ! മാളു മെല്ലെ വിളിക്കുമ്പോൾ അർജുൻ അവളുടെ കഴുത്തിലെ മുടി വകഞ്ഞു മാറ്റി മെല്ലെ അവിടെ താടി കുത്തി നിന്നു. എന്താണ് മിസ്റ്റർ സിനിമ നടൻ, ആകൊരാവലക്ഷണം? അവൾ ഇരുപുരുകവും ഉയർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അർജുൻ അവളെ തന്നെ നോക്കി നിന്നു. മാസങ്ങൾക്ക് ശേഷമുള്ള തങ്ങളുടെ മാത്രമായൊരു നിമിഷം, അതും തൻ്റെ പഴയ അതേ മാളവികയായിട്ട്. നോ മൈ ക്രീപ്പർ. അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു. എന്തെങ്ങനെ നോക്കുന്നേ? ഐ മിസ് യു മാളവിക ആൻഡ് ഐ ലവ് യു സോ മച്ച്. അവൾക്കുള്ള മറുപടിയായി അവൻ പറയുമ്പോൾ മാളവിക അവനെ തിരിഞ്ഞു നോക്കി.
ഒരു വേള അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ ഒത്തിരി അവഗണിച്ചല്ലേ അർജുനെ, ഒത്തിരി വിഷമിപ്പിച്ചല്ലേ? അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് അവൾ നിറകണ്ണുകളോടെ ചോദിക്കുമ്പോൾ അർജുൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താ തനിക്കങ്ങനെ തോന്നുന്നത്? അത് കേട്ട് മാളു അതേ നൃത്തത്തിൽ തലയനക്കി. പാസ്റ്റ് ഈസ് പാസ്റ്റ് മാളവിക. ആ വേദനകൾക്കൊക്കെ പകരമായി ഇനി എന്നെ കൂടി സ്നേഹിച്ചാൽ മതി. അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ അവൻ്റെ മാറി വരുന്ന ഭാവത്തിലായിരുന്നു. ഇരുമുഖങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടിയാണെന്നു. നിമിഷനേരം കൊണ്ട് അർജുൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലായി അമർന്നു. മാളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ പിൻകഴുത്തിൽ വിരലമർത്തുമ്പോൾ അർജുൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി.